ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് വളർന്ന് പൂക്കളും കായ്കളും ഉണ്ടാകാറായ തക്കാളിക്ക് ഏത് വളം കൊടുക്കണം, എങ്ങനെ വളം കൊടുക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇത് തക്കാളിയുടെ വിത്തുകളാണ്. ഇങ്ങനെയുള്ള വിത്തുകൾ കിളിപ്പിക്കുന്നതൊക്കെ എങ്ങനെയാണെന്നറിയാലോ. നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനകത്തിരിക്കുന്ന വിത്തുകൾ, ഇതുപോലത്തെ പാക്കറ്റിനകത്ത് വിത്തുകളുണ്ട്. ആ വിത്തുകളെടുത്ത് കുറച്ച് സ്യൂഡോമോണാസ്, ഒരു 1/4 ടീസ്പൂൺ സ്യൂഡോമോണാസ് എടുത്ത് വെള്ളത്തിനകത്ത് കലക്കി ഈ വിത്തുകളിട്ട് ഒരു 2 മണിക്കൂർ നേരം കുതിർക്കാൻ വെക്കണേ. ഇത് ഞാൻ അതേപോലെ പാകി കിളിപ്പിച്ച് നിർത്തിയിരിക്കുന്ന തക്കാളി തൈകളാണേ. പറിച്ചു മാറ്റി നടാനുള്ള സമയമൊക്കെ ആയതാ. പക്ഷേ ഈ കൊടും ചൂടല്ലേ, എങ്ങനെ മാറ്റി നട്ടെന്ന് പറഞ്ഞാലും ഏത് തണൽ കൊടുത്തെന്ന് പറഞ്ഞാലും മാറ്റി നടുന്ന തക്കാളിയുടെ തൈകൾ കരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു 1-2 മഴയൊക്കെ കിട്ടട്ടെ മാറ്റി നടാം എന്ന് വിചാരിച്ചാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ മാറ്റി നട്ടിരിക്കുന്ന തക്കാളിയുടെ തൈകളാണേ. അപ്പോൾ കിളുത്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ നല്ല കരുത്തോടെ വളർന്നു വരാനും രോഗങ്ങളൊക്കെ പിടിക്കാതിരിക്കാനും. ഇപ്പം പെട്ടെന്ന് തക്കാളിക്കുണ്ടാകുന്ന ഒരു രോഗം എന്ന് പറയുന്നത് വേരുചീയലാണ്, ബാക്ടീരിയൽ വാട്ടം. അപ്പോൾ അതൊക്കെ വന്ന് ചെടികൾ വാടിക്കരിഞ്ഞ് പോകാതിരിക്കാൻ നമുക്കൊരു കാര്യം ചെയ്യാവേ. ഇത് സ്യൂഡോമോണാസ് ആണേ. അതിൻ്റെ ഒരു 20 ഗ്രാം, ഏകദേശം ഇതേപോലെ 20 ഗ്രാം സ്യൂഡോമോണാസ് എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഇതിനെ ഒന്ന് ലയിപ്പിക്കണം. കണ്ടോ, അല്ലെങ്കിൽ ഇത് പൊടി പോലൊക്കെ പൊങ്ങിക്കിടക്കുകയും അലിയാതെ കിടക്കുകയും കട്ട പിടിച്ച് കിടക്കുകയും ഒക്കെ ചെയ്യും. അപ്പം നമ്മളിത് ഇതേപോലെ ഒന്ന് കണ്ടോ, അതിനകത്തെ കട്ടകളൊക്കെ അലിഞ്ഞലിഞ്ഞ് പോകുന്നുണ്ടോ. അങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ച് നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം ഇതിനെ നമ്മൾ 1 ലിറ്ററായിട്ട് നേർപ്പിക്കുവേ. കണ്ടോ. അപ്പോൾ നമ്മൾ ഈ തൈകളുടെ മുകളിലേക്കും ഇലകളുടെ മുകളിലേക്കും ചുവട്ടിലേക്കും വീഴത്തക്ക രീതിയിൽ ഈ സ്യൂഡോമോണാസ് കലക്കി ഒഴിച്ചു കൊടുക്കുവാണേ. ഏത് പ്രായത്തിലുള്ള ചെടിക്കും, മുളകിനായാലും തക്കാളിക്കായാലും ഒക്കെ സ്യൂഡോമോണാസ് നമുക്ക് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ തക്കാളി ചെടി കണ്ടോ, അപ്പം വളർന്നു വരുന്നുണ്ട്, പക്ഷേ അതിനൊരു ആരോഗ്യമില്ല, നല്ലോണം ഇലകളൊന്നും ആകുന്നില്ല. അപ്പം നമുക്കിതിനൊരു ഉഗ്രം വളം കൊടുക്കാവേ. ഇത് നമ്മുടെ ജൈവ സ്ലറിയാണേ. ഇങ്ങനെ ഉണ്ടായിരിക്കുന്നുണ്ടോ, നല്ല പുളിച്ച് പൊങ്ങി അങ്ങനെ ഇരിക്കുക. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്നാണെന്നറിയോ, ഇത് നല്ലോണം കലക്കി ഇളക്കി എടുത്തിട്ട് ഇതിനകത്തുനിന്ന് ഞാൻ കുറച്ച് ഇതിനകത്തൊരു 1/4 കപ്പിൽ താഴെ, കണ്ടോ, ഇത്രയും മാത്രമാണ് ജൈവ സ്ലറി എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതുപോലെ നിൽക്കുന്ന ചെടിക്ക് എന്നാ ചെയ്യേണ്ടതെന്നറിയോ, നമ്മളെടുത്തിരിക്കുന്ന ജൈവ സ്ലറി കണ്ടോ, ഈ ജൈവ സ്ലറിയെ നമ്മൾ നേർപ്പിച്ചെടുക്കണം. ഇതിനകത്തോട്ട് ഞാൻ വെള്ളം ഒഴിക്കുവാണേ. ഇത്രയും വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിനകത്തോട്ടൊരു സൂത്രം കൂടെ ചേർക്കണേ. ഇത് എപ്സം സോൾട്ടാണേ. എപ്സം സോൾട്ട് എന്ന് പറഞ്ഞാൽ കറിക്ക് ചേർക്കുന്ന ഉപ്പല്ല, ഇത് മഗ്നീഷ്യം സൾഫേറ്റ് ആണ്. കറിക്ക് ചേർക്കുന്ന ഉപ്പൊരു സോൾട്ടാണ് എന്ന് വെച്ചിട്ട് എല്ലാ സോൾട്ടും കറിക്കകത്ത് ചേർക്കുന്ന ഉപ്പല്ല. ഇത് എപ്സം സോൾട്ട്. ഇതിൻ്റെ ഒരു 1/4 ടീസ്പൂൺ. ഇതിപ്പോൾ നമ്മൾ 1 ലിറ്ററല്ലേ എടുത്തിരിക്കുന്നത്, 1 ടീസ്പൂൺ വരെയൊക്കെ ചേർക്കാം. 1/4 ടീസ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, ആരെങ്കിലും ചേർക്കുമ്പം കൂടിപ്പോയി കഴിഞ്ഞാൽ ചെടി ചിലപ്പം വാടിപ്പോവുകയും കരിഞ്ഞു പോവുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് ഞാനൊരു 1/4 ടീസ്പൂൺ മാത്രമാണ് എപ്സം സോൾട്ട് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മളിതിനെ നല്ലതുപോലെ കലക്കി ഇതിനകത്ത് ലയിപ്പിക്കും. അങ്ങനെ കലക്കി ലയിപ്പിച്ചതിന് ശേഷം നമ്മുടെ ഈ ചെടിയുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇതുണ്ട്, ആരോഗ്യമില്ലാതെ ശക്തി കുറഞ്ഞ് നിൽക്കുന്ന ഒരു ചെടിയാണ്. അപ്പം നമ്മൾ ഇതിങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് മുളകിനും ഒക്കെ നമുക്ക് കൊടുക്കാം. ഇത് നമ്മുടെ ഒരു ബജിമുളകാണേ. കണ്ടോ, പൂവൊക്കെ ഇട്ട് വരുന്നുണ്ട്. അപ്പം അതിനോട് നമുക്ക് ശലം കൊടുത്തേക്കാം. ഇനി ഇതേപോലെ വളർന്ന് പൂവിടാനൊക്കെ തുടങ്ങിയ ചെടി കണ്ടോ. ഇതിപ്പോൾ സൂക്ഷിച്ച് നോക്കണം കാണണമെങ്കിൽ. ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ തക്കാളി നട്ടുപിടിപ്പിച്ചതാണേ. തക്കാളി നട്ടുപിടിപ്പിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തപ്പം പാവലിൻ്റെ വിത്തുകളൊക്കെ അവിടെ കിടന്ന് കിളുത്തു വന്നു. അപ്പം വലിയ മോശമല്ലാതെ വളർന്നു വരുന്ന കാരണം ഞാനെന്നാൽ അവരെ ഇതൊരു പള്ളി കെട്ടിക്കൊടുത്ത് മേളിലോട്ട് ഇങ്ങനെ വളർത്തി വിട്ടിരിക്കുവാണേ. അപ്പം ഇവിടെ ഉണ്ട് നമ്മുടെ തക്കാളിയുടെ തൈയെ. വലിയ കുഴപ്പമില്ലാതെ ആരോഗ്യത്തിലൊക്കെ തന്നെയാണ് വളരുന്നത്. അപ്പോൾ ഇങ്ങനെ വളർന്നു തുടങ്ങുന്ന തൈക്ക് സപ്പോർട്ട് കൊടുക്കാൻ ഒരിക്കലും മറന്നു പോകരുത്. അപ്പം ഞാൻ ഇവിടെ ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ കയറുകളുടെ ഇടയിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് വേണേൽ നമുക്ക് കയറൊക്കെ ചുറ്റിക്കയറ്റിയും തക്കാളിയെ മുകളിലേക്ക് വിടാം. അപ്പം ഇതേ പാകത്തിലെത്തിയ തക്കാളി ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്നാണെന്നറിയോ, ഇതിൻ്റെ ചുവട് പതുക്കെ ഒന്ന് വകഞ്ഞു കൊടുക്കണം. അപ്പം ഞാൻ ഇതാ തക്കാളിയുടെ ചുവട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചുവട് നമ്മളൊന്ന് പതുക്കെ വകഞ്ഞു കൊടുക്കുക. വകഞ്ഞു കൊടുക്കുന്ന ആ മണ്ണും കൂടെ ഞാൻ തക്കാളിയുടെ ചുവട്ടിലോട്ട് കൂട്ടി കൊടുക്കുവാണേ. അപ്പം ഇവിടെ ഒരു ചെറിയ വകച്ചിൽ വന്നു.
ഈ വകച്ചിലോട്ട് നമ്മൾ എന്നാ ചെയ്യുന്നതെന്നറിയോ? ഇത് എല്ലുപൊടിയാണേ. അപ്പോൾ നമ്മളിത് കുറച്ച് എല്ലുപൊടി ഈ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. തണ്ടേ മുട്ടണ്ട കേട്ടോ. അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് ഇത് ചാണകപ്പൊടിയാണേ, കുറച്ച് ചാണകപ്പൊടി. അപ്പോൾ ആ എല്ലുപൊടി മൂടത്തക്ക രീതിയിൽ ഞാൻ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുവാണേ. എല്ലാ ചെടികൾക്കും നല്ലതാണ് ചാണകപ്പൊടി. ചാണകപ്പൊടി കൊണ്ടൊരിക്കലും ഒരു ദോഷമില്ല. അപ്പം നമ്മൾ നിലത്തൊക്കെ മണ്ണിനകത്തൊക്കെ നട്ട് വളർത്തുന്ന ചെടിയാണെങ്കിൽ ഇതിൻ്റെ മുകളിലോട്ട് മണ്ണ് നമുക്ക് വെട്ടിക്കോരി കൊടുക്കാം. അപ്പം അതിനുള്ള ഒരു സൗകര്യമൊന്നും ഗ്രോ ബാഗിലും പാത്രത്തിലും വളർത്തുന്ന ചെടികൾക്ക് ഇല്ല. അപ്പം ഞാൻ ചെയ്യുന്നത് എന്നാണെന്നറിയോ? ഇത് നമ്മുടെ പോട്ടിംഗ് മിക്സ് ആണേ. ഇപ്പം നമ്മൾ ആ എല്ലുപൊടി ഇട്ട് അതിൻ്റെ മുകളിലോട്ട് ചാണകപ്പൊടി ഇട്ടതിൻ്റെ മുകളിലോട്ട് കുറച്ച് മണ്ണിട്ട് കൊടുക്കുവാണേ. ഇനി നമ്മൾ ചെയ്യുന്നത് എന്നാണെന്നറിയോ? ഇത് എപ്സം സോൾട്ടാണേ. ഈ എപ്സം സോൾട്ടിൻ്റെ ഒരു ടീസ്പൂൺ. അപ്പോൾ ഞാൻ സ്പൂൺ എടുത്തിട്ട് എവിടെയോ വെച്ചിരിക്കുക. ഒരു ടീസ്പൂൺ വരെ എപ്സം സോൾട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. എപ്സം സോൾട്ട് പെട്ടെന്ന് കട്ട പിടിക്കുകയൊക്കെ ചെയ്യുന്നൊരു സോൾട്ടാണ്. പറ്റുമെങ്കിൽ അതൊക്കെ പൊടിച്ചൊക്കെ വെക്കാം. അപ്പം ഞാൻ പൊടിച്ചിട്ടൊന്നുമില്ല. വെള്ളം ഒഴിച്ച് അപ്പം തന്നെ ഇതങ്ങ് അലിയും. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുവാണേ. അപ്പം ഇതുപോലെ നമ്മൾ വെള്ളം ഒഴിച്ചതിനെ ഞാനൊരു 1 ലിറ്ററാക്കി മാറ്റുക. കണ്ടോ? ഈ എപ്സം സോൾട്ട് ചെടിയുടെ ഇലകളിലും തണ്ടിലും ഒക്കെ വീണാലും കുഴപ്പമില്ല. അപ്പം ഞാൻ ഈ ചാണകപ്പൊടിയും എല്ലുപൊടിയും ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിലോട്ട് മണ്ണും ഇട്ടതിൻ്റെ മുകളിലേക്ക് ഞാൻ ഈ എപ്സം സോൾട്ട് ഒഴിച്ചു കൊടുക്കുക. അതിപ്പം പാവലിനായാലും എല്ലാത്തിനും മുളകിനായാലും ഒക്കെ നല്ലതാണ്. ഇതും അതുപോലെ പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുള്ളൊരു നല്ല ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ ചുവട്ടിലേക്ക് ഇവിടെയൊക്കെ വളർന്ന് നിൽക്കുന്നുണ്ട്. നമ്മൾ പാകി കിളിപ്പിക്കുന്നതും ഒന്നുമല്ല, നട്ടു വെച്ചിരിക്കുന്നതുമല്ല. എല്ലാ ഗ്രോ ബാഗിനകത്തും ഇതേപോലെ ചീര വളർന്നു വരും. അപ്പം ഞാൻ കുറച്ച് എല്ലുപൊടി വെറുതെ ഇങ്ങോട്ട് ഇടുക കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് ഈ മണ്ണിട്ട് മൂടി കൊടുക്കുക. ഇനി എപ്സം സോൾട്ട് കലക്കിയതും കൂടെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. പൂവിട്ടിട്ടുണ്ടെങ്കിൽ ഇതിനൊരു ചെറിയ മുരടിപ്പിൻ്റെ ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാണെന്നറിയോ? ഇലയെ തൊട്ട് നോക്കിയാൽ അറിയാം. ഇതിൻ്റെ ഇലയെ തൊട്ട് നോക്കുന്ന പോലല്ല, ഇതിൻ്റെ ഇലയ്ക്ക് ഇച്ചിരി കട്ടിയുണ്ട്. അതുപോലെ ഇതിൻ്റെ പൂ നിൽക്കുന്ന നിപ്പ് കണ്ടോ? ഇങ്ങനെ വിരിഞ്ഞുന്ന പൂക്കളൊന്നും കായ്കളായി മാറണമെന്നില്ല. പിന്നെ പല ആൾക്കാരും ഇപ്പോൾ കമൻറ്റ് പറയാറുണ്ട്, തക്കാളി നിറച്ച് പൂക്കളുണ്ടാകുന്നുണ്ട്, പയറെ പൂക്കളുണ്ടാകുന്നുണ്ട്, അതെല്ലാം കൊഴിഞ്ഞു പോവുകയാണ്, കായാകുന്നില്ല എന്ന്. ഈ തക്കാളി പോലെയുള്ള ചെടികൾക്ക് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഈ ചൂട് കൂടുന്ന അവസരത്തിൽ ഇതിൻ്റെ പോളൻസ് കരിഞ്ഞു പോകും. അങ്ങനെ പോളിനേഷൻ നടക്കാതെ വരുന്നതാണ് കായ്കളായി മാറാത്തതിൻ്റെ ഒരു പ്രധാന കാരണം. പിന്നെ ചൂട് കൂടുമ്പോഴാണ് ഈ തക്കാളിക്കും മുളകിനും ഒക്കെ മണ്ടരി രോഗം കൂടുതലായിട്ട് കാണുന്നത്. അപ്പോഴാണ് ഈ ഇലകളെല്ലാം ഭയങ്കര കട്ടി പിടിച്ച പോലെ ഇരിക്കുന്നത്. അങ്ങനെ ഇലകളൊക്കെ കട്ടി പിടിച്ച പോലെ ഇരുന്നാൽ നമ്മളൊരു ഉഗ്രം പരിപാടി തന്നെ ചെയ്തു കൊടുക്കുവേ. ഈ കുരുടിപ്പ് മുരടിപ്പ് ഒക്കെ മാറുന്നതിന് വേണ്ടി ഞാൻ കാണിച്ചു തരാവേ. ഈ തക്കാളിയുടെ തൈകൾ കണ്ടോ? ഇവരെയും മുരടിപ്പ് ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിന് ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഇലകളിലേക്കൊന്നുമില്ല, ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്ന പണി എന്നാണെന്നറിയോ? ഇത് നമ്മുടെ മുരടിപ്പ് മാറാനുള്ള ഒബെറോൺ എന്ന് പറയുന്ന മരുന്നാണേ. അപ്പോൾ അതിൻ്റെ ഒരു ലിറ്ററിനകത്ത് 2 മില്ലി. ഇതിപ്പോൾ ഇതിനകത്ത് 1 ലിറ്റർ കൊള്ളുകയില്ലാത്തതുകൊണ്ട് ഞാനൊരു ശകലം മാത്രം ഇതിനകത്തേക്ക് ഒഴിക്കുവാണേ. നല്ല കൊഴുത്തിട്ടാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. അപ്പോൾ വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. അങ്ങനെ ചേർത്തതിന് ശേഷം ഇത് വെച്ച് അടച്ച് നമുക്കിതേ ഈ ചെടികളിനിങ്ങനെ, ഇതിപ്പം കായൊന്നുമില്ലേ, കായൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ കായ്കളെല്ലാം പറിച്ചു മാറ്റിയതിന് ശേഷമേ ചെയ്യാവുള്ളൂ കേട്ടോ. അപ്പം ഇതേപോലെ ചെയ്തു കൊടുത്താൽ മതി, പെട്ടെന്ന് മാറും. ഇപ്പം 2-3 ദിവസം കൊണ്ട് തന്നെ ഇതിൻ്റെ മുരടിപ്പ് മുഴുവനും മാറി നല്ല മിടുക്കന്മാരാകും. ഇനി നല്ല വളർച്ച എത്തിയതിന് ശേഷം, അതായത് പൂക്കളും കായ്കളും ഉണ്ടാകാൻ ഉള്ളത്ര വളർച്ച എത്തിയതിന് ശേഷവും തക്കാളിയിൽ പൂക്കൾ ഉണ്ടാകാതിരിക്കുവാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്നാണെന്നറിയോ? ഇത് എഗ് അമിനോ ആസിഡാണേ. അപ്പം നമ്മൾ നല്ലതുപോലെ ഷെയ്ക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ് അമിനോ ആസിഡ്. അപ്പം നമ്മൾ ഈ എഗ് അമിനോ ആസിഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണമെങ്കിൽ ചില്ലി ജാസ്മിൻ എഗ് അമിനോ ആസിഡ് എന്ന് അടിച്ചു കൊടുത്താൽ നമുക്ക് കിട്ടുവേ. ഇതിൽ നിന്നൊരു 3 മില്ലി കണ്ടോ, കുറച്ചെടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഒരു 3 മില്ലി എടുത്ത് ഇതുപോലൊരു കുപ്പിക്കകത്ത് 1 ലിറ്റർ വെള്ളത്തിലേക്ക് ചേർക്കണം. കണ്ടോ? അങ്ങനെ ചേർത്തതിന് ശേഷം നമുക്കിതിനെ നല്ലോണം ഇളക്കി ചേർക്കാവേ. ഈ സ്പ്രെയർ ഒന്ന് വെച്ച് അടച്ചതിന് ശേഷം ഇളക്കി ചേർക്കണം. ഇത് ഭയങ്കര വാല്യുബിൾ സാധനമാണ്, എപ്പോഴെപ്പോഴും ഉണ്ടാക്കാൻ പറ്റത്തില്ല. നമ്മൾ ഒരു പ്രാവശ്യം ഇതൊന്നും ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഒരു 45 ദിവസമെങ്കിലും വേണം നല്ലതുപോലെ ഒരു എഗ് അമിനോ ആസിഡ് ഉണ്ടാക്കണമെങ്കിൽ. ഇനി
നമുക്കിതുപോലെ എഗ് അമിനോ ആസിഡ് ചേർക്കാൻ ഇല്ലെങ്കിൽ നിങ്ങൾ ഫിഷ് അമിനോ ആസിഡ് ചേർത്താലും മതി, നല്ലതുപോലെ പൂക്കളുണ്ടായി കിട്ടാൻ. കണ്ടോ? എന്നിട്ട് ചെടിയിലോട്ട് നല്ലപോലെ അങ്ങോട്ട് തളിച്ചു കൊടുക്കണം. അതിപ്പം തക്കാളിക്ക് മാത്രമല്ല, മുളകിനോ വെണ്ടയ്ക്കോ എല്ലാ ചെടികൾക്കും നമുക്ക് ഇതേപോലെ ചേർത്ത് കൊടുക്കാനായിട്ട് പറ്റും. എഗ് അമിനോ ആസിഡ് ചേർത്താൽ നന്നായിട്ട് പൂക്കളുണ്ടാവും. ഇനി ഇതുപോലെ ഉണ്ടായി നിൽക്കുന്ന പൂക്കൾ കണ്ടോ? അപ്പോൾ അതേ തക്കാളി ചെടിയിൽ ഇതേപോലൊക്കെ പൂക്കളുണ്ടായിട്ടുണ്ട്. അപ്പോൾ പോളിനേഷൻ നടക്കാനുള്ള ഒരു പണിയെന്ന് പറയുന്നത് ഈ പൂക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ രാവിലെകളിൽ ഇതിനെ നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് പോളിനേഷൻ നടക്കാനുള്ള സാധ്യത കൂട്ടും. ഇനി ഇങ്ങനെയുണ്ടായ പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇത് നമ്മുടെ തൈര് വെള്ളം ചേർത്തടിച്ച് മോരാക്കിയിരിക്കുന്നതാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് കായം കൂടെ കലക്കിയിട്ടുണ്ട്. അപ്പം തൈരും കായവും കൂടെ കലക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പം നമ്മളിത് ഈ തൈരും കായവും കൂടെ അടിച്ച് വെച്ചത് കുറച്ച് ഇതിനകത്തേക്ക് എടുക്കുക. കണ്ടോ? ഇതൊരു 10-20 മില്ലി ഉണ്ടേ. അപ്പം അത്രയും. അതിപ്പം തൈര് ഒന്നുമുള്ള സാധനം കൂടിപ്പോയാലും ഒന്നും കുഴപ്പമൊന്നുമില്ല. ഇതിനകത്തേക്ക് ഇത് ശർക്കര വെള്ളത്തിൽ കലക്കി വെച്ചിരിക്കുന്നതാണ്. അത് ഞാൻ കുറച്ച് ഇതിനകത്തേക്ക് ഒഴിക്കുക. കണ്ടോ? ഇനി നമ്മുടെ സ്പ്രെയറിനകത്ത് കയറി കരടൊന്നും അടിയാതിരിക്കാൻ വേണ്ടി ഇത് നമ്മളൊരു അരിപ്പയിൽ കൂടെ ഒഴിച്ച് അരിക്കുവാണേ. ഇനി ഇത് നല്ലോണം അരിച്ചെടുത്ത് ഇതിനെ നമുക്കൊരു കുപ്പിക്കകത്തേക്ക് മാറ്റാം. ഒരു കരടും ഇല്ലാതെ നല്ല ഭംഗിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ സ്പ്രെയർ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഈ കുപ്പികൾക്കകത്തൊക്കെ ഉപയോഗിക്കുന്ന സ്പ്രെയർ എന്ന് പറയുന്നത് 10-40 രൂപ കൊടുത്താൽ കിട്ടുന്നതാണേ. പക്ഷെ അതിന് നിലവാരം കുറവാണ്, പെട്ടെന്ന് പൊട്ടിപ്പോവുകയും സ്പ്രേ ചെയ്യാൻ പറ്റാതാവുകയൊക്കെ ചെയ്യും. അപ്പം ഇതിനകത്തേക്ക് നമ്മൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നിറയ്ക്കും. അപ്പോൾ ഇതിനകത്ത് എന്നാക്കിയാണ് ഞാൻ ചേർത്തതെന്ന് അറിയാമല്ലോ അല്ലേ? ഇനി നമ്മൾ ഇത് നല്ലവണ്ണം കലക്കിയെടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം ചെടിയിലോട്ട് തളിച്ചു കൊടുക്കാം. അതിപ്പം നമ്മുടെ തക്കാളിക്ക് മാത്രമല്ല, എല്ലാ ഇനം ചെടികൾക്കും ഇതുപോലെ പൂക്കൾ കൊഴിയാതിരിക്കാനായിട്ട് അടിച്ചു കൊടുക്കാനായിട്ട് പറ്റും. അപ്പം നമ്മൾ ഇതുപോലെയൊക്കെയുള്ള പല കാര്യങ്ങൾ തക്കാളിക്ക് ചെയ്തു കൊടുത്താൽ മാത്രമേ നമുക്ക് തക്കാളിയെ ഒന്ന് വളർത്തിയെടുത്ത് കായ്കൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മളിതുപോലെ മോരും ശർക്കരയും കൊടുത്താലും കുരുടിപ്പിനുള്ള മരുന്ന് കൊടുത്താലും അങ്ങനെ പല കാര്യങ്ങൾ ചെയ്താലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു 10 മുതൽ 15 ദിവസത്തിൻ്റെ ഇടവേളകളിൽ എന്തെങ്കിലും വളം, ജൈവ സ്ലറിയോ എല്ലുപൊടിയോ അല്ലെങ്കിൽ കൂട്ടുവളമോ അല്ലെങ്കിൽ ചാണകപ്പൊടിയോ അങ്ങനെയുള്ള എന്തെങ്കിലും വളം കൊടുത്തുകൊണ്ടിരിക്കണം. ഇത്രയൊക്കെ ചെയ്താൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള തക്കാളി നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ വിളവെടുക്കാനായിട്ട് പറ്റും. വിളവെടുപ്പ് കാണിക്കാത്തതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോയുടെ ലെങ്ത് പലപ്പോഴും കൂടിപ്പോവും. അതുപോലെ വിളവെടുപ്പ് മാത്രമായിട്ട് നമ്മൾ ഇടുവാണെങ്കിൽ നിങ്ങളാരും കാണത്തുമില്ല. നിങ്ങൾ എനിക്ക് തരുന്ന കമൻറ്റുകളുണ്ടല്ലോ, പലപ്പോഴും നമ്മുടെ കൃഷിയെക്കുറിച്ച് അറിയാനൊക്കെയുള്ള പല കമൻറ്റുകൾ തരാറുണ്ട്. അതിലൊരു ഒരെണ്ണം ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞു തരാം. അപ്പോൾ ഈ കഴിഞ്ഞ വീഡിയോയിലാണോ അതിൻ്റെ മുമ്പിലത്തെ വീഡിയോയിലാണോ വന്നിരുന്നൊരു കമൻറ്റാണേ, കൊമ്പൻ ചെല്ലിക്ക് നമ്മൾ എന്താണ് ചെയ്തു കൊടുക്കേണ്ടത്, കൊമ്പൻ ചെല്ലിയുടെ ശല്യം ഇല്ലാതാക്കാൻ. ശരിക്കും പറഞ്ഞാൽ കൊമ്പൻ ചെല്ലി ശല്യപ്പെടുത്തുന്നത് എപ്പോഴും തെങ്ങിനെയാണ്. അപ്പം തെങ്ങിൻ തോപ്പ് അല്ലെങ്കിൽ തെങ്ങ് നിൽക്കുന്ന സ്ഥലം, കൂടുതലായിട്ട് തെങ്ങ് 4, 5, 6 ഒക്കെ തെങ്ങ് നിൽക്കുന്ന സ്ഥലമാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആ സ്ഥലത്തിൻ്റെ ഒരു നടുക്ക് ഭാഗത്തായിട്ട് ഒരു പാത്രത്തിനകത്ത് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു 2 ദിവസം പഴകിയ കഞ്ഞിവെള്ളം എടുക്കുന്ന അതിന് നല്ലത്. അങ്ങനെ കഞ്ഞിവെള്ളം എടുത്തിട്ട് ഒരു 2-3 കഷ്ണം കടലപ്പിണ്ണാക്കും കൂടെ അതിനകത്തേക്ക് ഇടണം. കടലപ്പിണ്ണാക്കും ഇട്ടിട്ട് ഇച്ചിരി ശർക്കര അല്ലെങ്കിൽ ശർക്കരയുടെ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒരു വലിയ പാത്രത്തിൽ, ഇച്ചിരി വാവട്ടമുള്ള പാത്രം എടുക്കുന്നതാണ് അതിന് നല്ലത്. എന്നിട്ട് നമ്മൾ പറമ്പിൻ്റെ നടുക്ക് തുറന്നു വെച്ചിരുന്നാൽ മതി. കൊമ്പൻ ചെല്ലികളും വണ്ടുകളും ഒക്കെ വന്ന് അതിനകത്ത് വീഴും. ഒരാഴ്ച കഴിഞ്ഞ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മൾ ഈ ചെയ്യുന്ന പണി നല്ലതാണോ, കൊമ്പൻ ചെല്ലികളെയും വണ്ടുകളെയൊക്കെ നമുക്ക് പിടിച്ച് നശിപ്പിക്കാൻ പറ്റുന്നുണ്ടോ. ഇതൊക്കെ നമ്മൾ തന്നെ നോക്കി മനസ്സിലാക്കി ബോധ്യപ്പെട്ടതിന് ശേഷം എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി നമുക്ക് വിളവെടുപ്പ് കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഇന്ന് നമ്മൾ ഇതിനകത്ത് നിൽക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ നിങ്ങളെ കാണിച്ചു തരികയാണെങ്കിൽ വീഡിയോ അങ്ങ് കണ്ടമാനം നീളമുള്ളതായി പോകും. എല്ലാവരും ജീവിത തിരക്കുള്ളവരും സമയം വളരെ കുറവുള്ളവരും അതിനകത്തുനിന്ന് സമയം കണ്ടെത്തി കൃഷി കാണുന്നവരും ഒക്കെയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. ഇതേപോലെ കൃഷിക്ക് ഉപകാരപ്പെടുന്ന നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.